ഇതുവരെ ചെയ്തതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്താ നമ്മുടെ ചോദ്യം? All children in the school bought pens from the cooperative store at 5 rupees each. അതായത് ആ ഒരു സ്കൂളിലെ സ്റ്റുഡൻസ് എല്ലാം കൂടെ എന്ത് ചെയ്യാണ്? 5 രൂപയ്ക്ക് ആ കോപ്പറേറ്റീവ് സ്റ്റോറിൽ നിന്ന് പേന വാങ്ങാണ്. റൈറ്റ് ഇൻ ദ ടേബിൾ how much the children of various classes paid. ഓക്കെ, കണ്ടുപിടിക്കാം. ക്ലാസ് 6A തന്നിട്ടുണ്ട്, 6B ഉണ്ട്, 6C ഉണ്ട്. അപ്പോൾ 6ാം ക്ലാസ്സിലെ ABC ഡിവിഷനിലെ നമ്പർ ഓഫ് ചിൽഡ്രൻസും തന്നിട്ടുണ്ട്. 6ാം ക്ലാസ് എയിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് എന്ത്? 34 എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഒരു കുട്ടി എത്ര വെച്ചാ കൊടുക്കുന്നത്? 5 rupees. ഒരു കുട്ടി 5 rupees വെച്ചാണ് കൊടുക്കുന്നെങ്കിൽ 34 ചിൽഡ്രൻസ് എത്ര റുപ്പീസ് വെച്ച് കൊടുക്കും? 34 into 5 എന്ന് പറയുന്നത് എത്രയാണ്? 170 rupees. ക്ലിയർ ആയോ? എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ നമ്പറും ഒരു കുട്ടി കൊടുത്ത നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ടോട്ടൽ എമൗണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ 6Bയിൽ എത്ര വരും? 32 into 5 എന്ന് പറയുന്നത് എത്രയാണ്? 160 rupees. ഓക്കെ, 6Cയിൽ എത്ര വരും? 36 into 5 എന്ന് പറയുന്നത് എത്രയാണ്? 180 rupees. ക്ലിയർ അല്ലേ? ഇതേപോലെയുള്ള മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ മുന്നത്തെ ചാപ്റ്ററുകളിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് കിട്ടി? 6Aയിൽ നിന്നും 170 rupees കിട്ടി, 6Bയിൽ നിന്നും 160 rupees കിട്ടി, 6Cയിൽ നിന്നും 180 rupees കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൗ മച്ച് ദ ചിൽഡ്രൻ ഓഫ് വേരിയസ് ക്ലാസ്സസ് പെയ്ഡ്. അപ്പോൾ നമ്മൾ എത്ര രൂപയാണ് ഓരോ ക്ലാസ്സുകാരും കൊടുത്തതെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു റിലേഷൻ പറയാലോ. ഈ നമ്പർ ഓഫ് ചിൽഡ്രനും ടോട്ടൽ എമൗണ്ടും തമ്മിൽ നമുക്കൊരു റിലേഷൻ പറയാലോ. എങ്ങനെ പറയാം? ടോട്ടൽ എമൗണ്ട്, അതായത് ടി എന്ന് കൊടുക്കണം. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചിൽഡ്രൻ്റെ എത്ര മടങ്ങാണ്? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? അതായത് ഒരു കുട്ടി എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 5. അതായത് ടോട്ടൽ നമ്പർ ഓഫ് 5 into ഒരു കുട്ടി കൊടുത്ത പൈസ നമ്പർ ഓഫ് ചിൽഡ്രനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? നമ്പർ ഓഫ് ചിൽഡ്രനെ നമുക്കൊരു n വെച്ച് ഡിനോട്ട് ചെയ്യാം. അതായത് 5 into n. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്? ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാ? നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഈച്ച് ക്ലാസ്. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? n = t/5. എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ എമൗണ്ടിന്റെ ഡിവൈഡഡ് ബൈ 5 ആണ് എന്ത്? നമ്പർ എന്ന് പറയുന്നത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് n ഇപ്പോൾ നമുക്ക് 34 ആണ്. ഫസ്റ്റത്തെ 6A എന്ന് പറയുന്ന ക്ലാസ്സിലെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 170 rupees ആണല്ലേ. അതായത് ഈ 170 rupees ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നതാണ് എന്ത്? 34 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടി. എന്തൊക്കെയാണ്? ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 5 into n, n എന്ന് പറയുന്നത് t/5. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ t = 5 into n എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിൾ നമുക്ക് എന്തിലും ആവശ്യമില്ല? ലെറ്റർ മെത്തേഡിൽ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം റിലേഷൻ? 5n എന്ന് എഴുതാം. അപ്പോൾ ഇതിനർത്ഥം എന്താ? ഇതിൻ്റെ ഇടയിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ നമുക്ക് എന്തിലും ആവശ്യമില്ല? റിലേഷൻ പറയുമ്പോൾ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പുതിയ റിലേഷൻ എന്ത് കിട്ടി? t = 5n. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ ചോദ്യം? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് 5 centimeters? വാട്ട് അബൌട്ട് ദ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 6 centimeters? എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു സ്ക്വയറിന്റെ എത്ര സൈഡുള്ള സ്ക്വയറിന്റെ 5 centimeter 1 സൈഡ് വരുന്ന ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? പെരിമീറ്റർ ഓഫ് സ്ക്വയർ വിത്ത് 1 സൈഡ് എത്രയാണ്? 5 centimeter. അതായത് 5 centimeter ഒരു വശം വരുന്ന ഒരു സമചതുരത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? ചുറ്റളവ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ സമചതുരം എങ്ങനെയാണ് വരുന്നത്? എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആണല്ലേ. 5 ആണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് ചുറ്റളവ് കണ്ടുപിടിക്കുന്നത്? നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 4 into സൈഡ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4 സൈഡ് കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ എന്ത് വരും? 5 + 5 + 5 + 5 എത്ര വരും? 5 + 5 10 + 5 15 + 5 എത്ര വരും? 25.
സെന്റിമീറ്റർ. അപ്പൊ എത്ര കിട്ടി? സമചതുരത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര കിട്ടി? 20 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? 6 സെന്റിമീറ്റർ ആണ് ഒരു വശം വരുന്നതെങ്കിൽ അതിന്റെ പെരിമീറ്റർ. അപ്പൊ നമുക്കിനി 6 സെന്റിമീറ്റർ വരുന്നത് പെരിമീറ്റർ ഓഫ് സ്ക്വയർ വിത്ത് സൈഡ് 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നേ? 20 സെന്റിമീറ്റർ. ഇതേപോലെ തന്നെ പെരിമീറ്റർ ഓഫ് സ്ക്വയർ വിത്ത് എത്രയാണ് സൈഡ്? 6 സെന്റിമീറ്റർ. രണ്ടാമത്തെ കേസിൽ 6 സെന്റിമീറ്റർ ലെങ്ത് വരുന്ന ഒരു സൈഡ് 6 സെന്റിമീറ്റർ വരുന്ന സ്ക്വയറിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? 6 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 6 എത്ര വരും? 24 സെന്റിമീറ്റർ. ക്ലിയർ ആയോ? അപ്പോൾ 5 സെന്റിമീറ്റർ സൈഡ് വരുന്നതും 6 സെന്റിമീറ്റർ സൈഡ് വരുന്നതുമായിട്ടുള്ള സ്ക്വയറിന്റെ എന്ത് കണ്ടുപിടിച്ചു? പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിച്ചല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വാട്ട് ഓൾവേസ് ക്യാൻ വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് എ സൈഡ് ആൻഡ് പെരിമീറ്റർ? എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് പെരിമീറ്ററും ലെങ്ത് ഓഫ് ദ സൈഡും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ എന്താ അവർ തമ്മിലുള്ള ബന്ധം? നമുക്ക് എന്ത് ചെയ്യാം? പെരിമീറ്ററിനെ പി എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ സ്ക്വയറിന്റെ സൈഡ്സിന്, ഇപ്പൊ ഇതാണ് ഒരു സ്ക്വയർ എങ്കിൽ സ്ക്വയറിന്റെ സൈഡ്സിന്, നമ്പർ ഓഫ് സൈഡ്സിന് നമുക്ക് എസ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എത്ര സൈഡ്സ് ഉണ്ട് ഒരു സ്ക്വയറിന്? 4 സൈഡ്സ് ഉണ്ട് അല്ലേ? 1 2 3 4 4 സൈഡ്സ് ഉണ്ട്. ഈ 4 സൈഡ്സ് ഇൻറ്റു എന്ത് ചെയ്തു? ലെങ്ത് ഓഫ് 1 സൈഡ് അല്ലേ? അതായത് ഇവിടെ നമുക്ക് 5 തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 4 × 5 4 × 5 വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ 4 × 5 വരുമ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? 20 കിട്ടുന്നത് അല്ലേ? അതേപോലെ തന്നെ 4 × 6 ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? 24 കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ റിലേഷൻ എഴുതാം? എങ്ങനെ എഴുതാം റിലേഷൻ? പി പെരിമീറ്റർ എന്ന് പറയുന്നത്, പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 4 × സ്ക്വയറിന് 4 സൈഡ്സ് ആണ് ഇൻറ്റു ലെങ്ത് ഓഫ് 1 സൈഡ്, ലെങ്ത് ഓഫ് 1 സൈഡ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്യാം. ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? പി ഈക്വൽ ടു 4 × എന്ത് വരും? ലെങ്ത് ഓഫ് 1 സൈഡ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ എസ് എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി റിലേഷൻ? പി ഈക്വൽ ടു 4 × എസ്. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പി ഈക്വൽ ടു 4s എന്ന് എഴുതാം. ക്ലിയർ ആയോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ നമുക്കിനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പുതിയൊരു ഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. എന്താണ് നമ്മുടെ ചോദ്യം? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് ബ്രെഡ് 3 സെന്റിമീറ്റേഴ്സ്? അപ്പോൾ നമുക്കിവിടെ എന്ത് തന്നിരിക്കുന്നത്? ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് റെക്ടാങ്കിളിന്റെ പ്രത്യേകത? റെക്ടാങ്കിളിന് 4 സൈഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ എത്ര ആംഗിൾസ് ഉണ്ട്? 4 ആംഗിൾസ് ഉണ്ടല്ലേ. നമ്മൾ റെക്ടാങ്കിളിന്റെ ഒരു ആംഗിൾ എത്രയാണെന്നാണ് പഠിച്ചിരിക്കുന്നത്? 90 ഡിഗ്രി. ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പൊ ഏരിയ, അതായത് എ എന്ന ലെറ്റർ വെച്ച് കൊടുക്കാണ് ഞാൻ. ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എന്ത് ചെയ്താൽ മതി? ലെങ്ത് ഇൻറ്റു ബ്രെഡ് അല്ലേ? ഇതിന് ഷോർട്ട് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എ ഈക്വൽ ടു എൽ ഇൻറ്റു ബി എഴുതിക്കൂടെ? എ ഈക്വൽ ടു എൽ ഇൻറ്റു ബി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പരപ്പളവ് എ ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? നമുക്ക് എത്രയാണ് ലെങ്ത് തന്നിരിക്കുന്നത്? 5 സെന്റിമീറ്റർ. ബ്രെഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 3 സെന്റിമീറ്റർ. അപ്പൊ എൽ എത്രയാണ്? 5 ആണ്. ബി എത്രയാണ്? 3 ആണ്. ഓക്കെ, 5 × 3 അതായത് എത്രയാണ്? 5 × 3 എത്രയാണ്? 15 സ്ക്വയർ സെന്റിമീറ്റർ. നമ്മൾ എങ്ങനെയാണ് ഏരിയ, പരപ്പളവിന്റെ യൂണിറ്റ് എങ്ങനെയാണ് എഴുതുക? സ്ക്വയർ സെന്റിമീറ്റർ. അപ്പോൾ 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും വരുന്ന ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? 15 സ്ക്വയർ സെന്റിമീറ്റർ. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഹൗ അബൌട്ട് ദ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത്
5 1/2 centimeters and breadth 3 1/4 centimeter. അതായത് നീളം എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 5 1/2. ബി എന്ന് പറയുന്നത് എത്രയാണ്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3 1/4. ഇവിടെ എന്താണ് പ്രശ്നം? നമുക്ക് എങ്ങനെയുള്ള നമ്പറാണ് തന്നിരിക്കുന്നത്? മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന രീതിയിലാണല്ലോ തന്നിരിക്കുന്നത്. എന്താണ് മിക്സ്ഡ് ഫ്രാക്ഷൻ? ഒരു നാച്ചുറൽ നമ്പറും ഒരു ഫ്രാക്ഷനും അല്ലേ? ഒരു നമ്പറും ഒരു സംഖ്യയും തന്നിട്ടുണ്ടാവും, പിന്നെ എന്ത് തന്നിട്ടുണ്ടാവും? ഒരു ഫ്രാക്ഷനും തന്നിട്ടുണ്ടാവും അല്ലേ? ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. നമ്മൾ എങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ? എങ്ങനെ ചെയ്യാം? 2 × 5, അതായത് താഴെ കിടക്കുന്ന ഈ ഡിനോമിനേറ്റർ ഇൻറ്റു 5 പ്ലസ് പ്ലസ് 1/2. എന്ത് ചെയ്തു? 2 × 5 പ്ലസ് 1 ബൈ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിലെ 2 നമുക്ക് എടുത്ത് എഴുതാം. ഈക്വൽ ടു 2 × 5 എത്രയാണ്? 10. 10 + 1 എത്രയാണ്? 11. 11/2. അപ്പൊ നമ്മുടെ പുതിയ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ച 5 1/2 എന്ന മിക്സ്ഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആയിപ്പോ നമുക്ക് എന്ത് കിട്ടി? 11 1/2 കിട്ടി. ക്ലിയർ ആയോ? ഇനി നമുക്ക് ബ്രെഡ്ത്തും എന്താണ്? മിക്സ്ഡ് ഫ്രാക്ഷനിലാണല്ലോ തന്നേക്കണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. എങ്ങനെ എഴുതാം? 4 × 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റർ എന്താണ്? 4 ആണല്ലേ? 4 എങ്ങനെ എഴുതാം? 4 × 3 എത്രയാണ്? 12. 12 + 1 13. 13/4. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ലെങ്ത് എത്ര കിട്ടി? 11/2. 11/2 ആണ് നമ്മുടെ പുതിയ നീളം എന്ന് പറയുന്നത്. വീതി എന്ന് പറയുന്നതോ 13/4. ഇനി നമുക്ക് എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാൻ നമ്മളൊരു റിലേഷൻ പറഞ്ഞു, L × B അല്ലേ? ലെങ്ത് × ബ്രെഡ്ത്ത്, നീളം × വീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പരപ്പളവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ A എന്ന് പറയുന്നത് എന്ത് എഴുതാം? 11/2 × 13/4. ഓക്കെ, അപ്പൊ എന്ത് വന്നു? മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ? 11/2 11/2 × 13/4. ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാം? 11 × 13 എന്ത് ചെയ്യാം? 2 × 4. ഡയറക്റ്റ് ആയിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. 11 × 13 ഡിവൈഡഡ് ബൈ 2 × 4 എത്ര കിട്ടും? 11 × 13 ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 143 ഡിവൈഡഡ് ബൈ 8. കിട്ടിയോ? എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 143/8. അപ്പൊ എത്രയാണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്? ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 143/8. നമുക്ക് ആൻസർ എത്ര കിട്ടും? 17/8. ആൻസറും നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടുന്നത്. അതായത് 143നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എന്ത്? 17/8 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എങ്ങനെയാണ് റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന? ലെറ്റർ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ A, അതായത് A ഏരിയ ഈക്വൽ ടു ലെങ്ത് × ബ്രെഡ്ത്ത്, A ഈക്വൽ ടു L × B. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്താ നമ്മുടെ ചോദ്യം? 1 liter of kerosene weighs 800 grams. What is the weight of 2 liter of kerosene? എന്താണ് തന്നിരിക്കുന്നത്? 1 ലിറ്റർ കെറോസിൻ എന്ന് പറയുന്നത് എന്താണ്? മണ്ണെണ്ണയാണല്ലേ? 1 ലിറ്റർ മണ്ണെണ്ണയുടെ വെയിറ്റ് എത്രയാണ്? 800 ഗ്രാം ആണ് 1 ലിറ്ററിന്റെ. അങ്ങനെയാണെങ്കിൽ 2 ലിറ്റർ കെറോസിന്റെ വെയിറ്റ് എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? 1 ലിറ്ററിന്റെ എത്രയാണ്? 800. അങ്ങനെയാകുമ്പോൾ 2 ലിറ്ററിന്റെ വരുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 2 × 800 എത്ര വരും? 1600 grams. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 1/2 ലിറ്റർ ഓഫ് കെറോസിൻ? 1/2 എന്ന് പറയുന്നത് ഹാഫ് അല്ലേ? അതായത് 1 ലിറ്ററിന്റെ എത്രയായിരുന്നു? 800 ഗ്രാംസ്. 1/2 എന്ന് പറയുമ്പോൾ 1/2 × 800 എന്ന് പറയുന്നത് എത്രയാണ്? 800ന്റെ ഹാഫ്, അതായത് 400 ഗ്രാംസ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 പ്രോബ്ലം സിമ്പിൾ ആയിരുന്നു അല്ലേ? മൂന്നാമത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 1 milliliter ഓഫ് കെറോസിൻ? എന്താണ് 1 milliliter എന്ന് പറയുന്നത്? 1 milliliter എങ്ങനെ ലിറ്ററിലേക്ക് ആക്കാം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 1 milliliter എന്ന് പറയുന്നത് 1 milliliter എന്ന് പറയുന്നത് എത്രയാണ്? 1 mm എന്ന് പറയുന്നത് 1/1000 ലിറ്റർ ആണല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 1 milliliter ഓഫ് കെറോസിൻ
അതായത് 1/1000 ഇൻറ്റു 800 എത്ര വരും ആൻസർ? നമുക്ക് ഇതിനെ എങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാം? 800 ഡിവൈഡഡ് ബൈ 1000. എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം? സീറോസ് കട്ട് ചെയ്യാം അല്ലേ? അപ്പൊ എന്ത് വന്നു? 8/10 വന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ? 0.8 grams. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ചോദ്യം എന്താ? ടേക്കിംഗ് ദ വെയിറ്റ് ഓഫ് V milliliters ഓഫ് കെറോസിൻ ആസ് W grams. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ റിലേഷൻ കണ്ടുപിടിക്കണം. വിയും ഡബ്ല്യൂയും തമ്മിലുള്ള റിലേഷൻ. വി എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഇൻ മില്ലി ലിറ്ററും ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഓഫ് കെറോസിൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡബ്ല്യു എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? വി എന്ന് പറയുന്നത് മില്ലി ലിറ്റർ വെയിറ്റ് ആണല്ലേ? നമ്മൾ പറഞ്ഞു വി എന്ന് പറയുന്നത് 1/1000 ആണെന്ന്. ഇൻറ്റു 1 ലിറ്ററിന്റെ വെയിറ്റ് എത്രയാണ്? 800. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? W ഈക്വൽ ടു V/1000 ഇൻറ്റു 800. ക്ലിയർ ആയോ? എന്താണ് നമ്മുടെ റിലേഷൻ? W എന്ന് പറയുന്നത് കെറോസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, V എന്ന് പറയുന്നത് എന്തായിരുന്നു? മില്ലി ലിറ്റർ അല്ലേ? V/1000 ഇൻറ്റു 800. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. നമ്മളെല്ലാവരും പൈസ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? നമ്മൾ എന്തിനാ പണം യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ. നമ്മളപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ എന്ത് ചെയ്യും? പൈസ കൂട്ടി വെക്കല്ലേ? അപ്പോൾ അതുപോലെയുള്ള ഒരു കണക്കാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്താ നമ്മുടെ ചോദ്യം? രവി ഹാസ് 3 10 rupees ആൻഡ് എ 1 rupee കോയിൻ. രവിയുടെ കയ്യിൽ 3 10 രൂപ നോട്ടും ഒരു 1 രൂപയുടെ കോയിനും ഉണ്ട്. അതേപോലെ തന്നെ ലിസിയുടെ കയ്യിൽ എത്രയാണ്? 5 10 rupeesഉം അതേപോലെ തന്നെ ഒരു 1 rupee കോയിനും. 5 10 രൂപയുടെ നോട്ടും ഒരു 1 രൂപയുടെ കോയിനും ഉണ്ട്. ഹൗ മച്ച് മണി ഡസ് രവി ഹാസ് ആൻഡ് ലിസി? രവിയുടെ കയ്യിലും ലിസിയുടെ കയ്യിലും എത്ര രൂപയാണ് ടോട്ടൽ ഉള്ളത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ റെഡി അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യത്തെ കണ്ടുപിടിക്കാം. ആദ്യത്തെ ആൾ ആരാണ്? നമ്മുടെ രവി ആണല്ലേ? എമൗണ്ട് വിത്ത് രവിയുടെ കയ്യിലുള്ള പൈസ. രവിയുടെ കയ്യിലുള്ള പൈസ എങ്ങനെ കണ്ടുപിടിക്കാം? രവിയുടെ കയ്യിൽ എത്ര 10 rupees ഉണ്ട്? എത്ര 10 രൂപകളുണ്ട്? 3 10 രൂപയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? 3 × 10 അല്ലേ? ഇനി എന്ത് ചെയ്യാം? കഴിഞ്ഞോ? ഇല്ല, ഒരു രൂപ കോയിനും കൂടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? പ്ലസ് 1 1 രൂപ കോയിനും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? 3 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണല്ലേ? പ്ലസ് എന്ത് ചെയ്യാം? 1. അപ്പൊ എത്ര റുപ്പീസ് ഉണ്ട് അവന്റെ കയ്യില്? 31 rupees ആണ് നമ്മുടെ രവിയുടെ കയ്യിലുള്ള പൈസ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലിസിയുടെ പൈസ കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എമൗണ്ട് വിത്ത് ലിസിയുടെ കയ്യിലുള്ള പൈസ. ഓക്കെ, ലിസിയുടെ കയ്യിൽ എത്ര രൂപയുള്ളേ? എത്ര 10 രൂപ കോയിൻ ഉണ്ട്? 5 10 രൂപ കോയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 5 × 10. 5 10 രൂപ നോട്ട് ഉണ്ട്. എന്നിട്ട് എന്ത് എഴുതാം? നമുക്കൊരു ബ്രാക്കറ്റ് ഇടാം അല്ലെ? നമുക്ക് തെറ്റ് വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ബ്രാക്കറ്റ് ഇടുന്നത്. അപ്പൊ 5 × 10. പിന്നെ എത്ര രൂപ കൂടി ഉണ്ട്? ഒരു 1 രൂപ കോയിനും കൂടി ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് എഴുതാം? പ്ലസ് 1. ഇനി എന്ത് എഴുതാം? 5 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 50 പ്ലസ് 1. എത്രയാണ് ടോട്ടൽ വരുന്നത്? 50ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? 51 rupees. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മുടെ ആൻസർ കണ്ടുപിടിച്ചു. രവിയുടെ കയ്യിൽ ടോട്ടൽ എത്ര രൂപയുണ്ട്? 31 രൂപയുണ്ട്. ലിസിയുടെ കയ്യിൽ എത്രയുണ്ട്? 51 രൂപയുണ്ട്. അപ്പൊ ആരുടെ കയ്യിലാ കൂടുതല്? നമ്മുടെ ലിസിയുടെ കയ്യിലാണല്ലേ കൂടുതൽ എമൗണ്ട് ഉള്ളത്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നതെന്ന് ക്ലിയർ ആയോ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകളും 10 രൂപ നോട്ടും 20 രൂപ നോട്ടും ഒക്കെ എത്രയുണ്ടെന്ന് നോക്കിയിട്ട് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ സാധിക്കും? ഈ ഒരു പ്രോബ്ലം വഴി സാധിക്കും. മനസ്സിലായോ? ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, കൂട്ടലും ഗുണനവും വന്നിട്ടുള്ള കണക്കാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും കൂട്ടുകാരും ഒത്ത് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാറുണ്ടല്ലേ? അപ്പൊ അതുപോലെ ഒരു 4 കൂട്ടുകാർ കൂടെ പോയി വാങ്ങിയ സാധനങ്ങളുടെ കണക്കാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? എന്താണ് നമ്മുടെ ചോദ്യം? 4 friends went to buy pens and notebooks. 4 കൂട്ടുകാർ കൂടെ പെന്നും നോട്ട്ബുക്ക് വാങ്ങാൻ കടയിൽ പോവാണ്. The price of a pen എന്ന് പറയുന്നത് എത്രയാണ്? 8 rupees. ഒരു പേനയുടെ വില എത്രയാണ്? 8 rupees. The price of a notebook എന്ന് പറയുന്നത് എത്രയാണ്?
12 റുപ്പീസ്. അപ്പോൾ 4 കൂട്ടുകാരാണ് പോയത്. അപ്പോൾ എത്ര പേന വാങ്ങിയിട്ടുണ്ടാവും? 4 പേന വാങ്ങിയിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ എത്ര നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ടാവും? 4 നോട്ട് ബുക്കും വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പേനയുടെയും ഒരു നോട്ട് ബുക്കിന്റെയും വിലയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാം? ടോട്ടൽ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ എമൗണ്ട് ഓഫ് 4 പെൻസ്, 4 പേനയുടെ വില എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു പേനയുടെ വില എത്രയാണ്? 8. 8 × 4, അതായത് ഒരു പേനയുടെ വില 8 ആണ്. അതേപോലെ എത്ര പേന വാങ്ങി? 4 പേന വാങ്ങിയിട്ടുണ്ട്. അപ്പം എന്ത് വരും? 8 × 4 എന്ന് പറയുന്നത് 32 വരും. അതേപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് ഓഫ് 4 നോട്ട് ബുക്സ്, എത്ര നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ടാവും? 4 കൂട്ടുകാരായതുകൊണ്ട് എത്ര നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ടാവും? 4 പേർക്കും ഓരോ നോട്ട് ബുക്ക് വേണം അല്ലേ? അപ്പോൾ 4 × എത്ര വരും? ഒരു നോട്ട് ബുക്കിന്റെ വില എത്രയാണ്? 12. 12 × 4 എത്ര വരും? 12 × 4 എന്ന് പറയുന്നത് 48 അല്ലേ? ക്ലിയർ ആയോ? അതായത് 4 പേനയുടെ വില എത്രയാണ്? 32. 4 നോട്ട് ബുക്കിന്റെ വില എത്രയാണ്? 48. അപ്പോൾ ഇനി നമുക്ക് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണ്ടേ? ആ ഒരു ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ടോട്ടൽ എമൗണ്ട് ഓഫ് 4 pens and 4 notebooks എത്ര വരും? നമുക്ക് എന്ത് ചെയ്താൽ മതി? പെന്നിന്റെയും നോട്ട് ബുക്കിന്റെയും വില തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലേ? 32 + 48 എത്ര കിട്ടും നമുക്ക് ആൻസർ? 80 റുപ്പീസ്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് വന്നിരിക്കുകയാണ്? മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യനിൽ തന്നെ എന്തും വന്നിരിക്കുക? അഡീഷൻ, പ്ലസും വന്നിരിക്കുകയാണ് അല്ലേ? ക്ലിയർ ആയോ? ഈ പ്രോബ്ലം മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ ചെയ്യുന്ന വേറൊരു പ്രോബ്ലം നോക്കാം. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്കൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ടല്ലേ? റെക്റ്റാങ്കിളിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? 5 1/2 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് എത്രയാണ്? 3 1/2 സെന്റിമീറ്റർ. ഇവിടെ ഈ ഒരു റെക്റ്റാങ്കിൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈർക്കിൾ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്ര വരുന്നത്? അപ്പോൾ നമുക്ക് അവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? എന്തായിരുന്നു? പെരിമീറ്റർ അല്ലേ? ചുറ്റളവ്. ഇപ്പൊ നമ്മൾ ഈ ഈർക്കിളൊക്കെ നീളത്തിൽ വെക്കുകയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്ര വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? ഇങ്ങനെ നീളത്തിൽ വെക്കുകയാണെങ്കിൽ 5 1/2 ലെങ്ത് പ്ലസ് 3 1/2 ലെങ്ത്, വീണ്ടും എന്ത് വരും? ഒരു 5 1/2 ലെങ്ത് വരും. പിന്നെയോ ലാസ്റ്റ് 3 1/2 ലെങ്ത്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലേ? ക്ലിയർ ആയോ? നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? 5 1/2 പ്ലസ് 3 1/2 പ്ലസ് 5 1/2 പ്ലസ് 3 1/2 എങ്ങനെ എളുപ്പത്തിൽ ആഡ് ചെയ്യാം? ഇവിടെ നോക്കിയേ, നമുക്ക് എല്ലാം മിക്സ്ഡ് ഫ്രാക്ഷൻ ആണല്ലേ? ഇവിടെ 5ഉം 1/2 മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? നമ്പേഴ്സ് മാത്രം എന്ത് ചെയ്യാം? നമ്പേഴ്സ് മാത്രം ആഡ് ചെയ്യാം. ഇവിടെ നോക്കിയേ, 5 ഇവിടെ എന്താണ് നമ്പർ ആയിട്ട് വന്നിരിക്കുന്നത്? 3. ഇവിടെയും എന്താണ് നമ്പർ? 5 3. നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്പേഴ്സിനെ മാത്രം ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 5 + 3 + 5 + 3 എന്ത് വരും? 5 + 5 10 + 3 13 + 3 എത്ര വരും? 16. അപ്പൊ നമ്പേഴ്സ് മാത്രം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? നമ്പേഴ്സ് മാത്രം ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 16 16 കിട്ടി അല്ലേ? ഇനി നോക്കിയേ, ഹാഫ് എത്ര ഹാഫ് ഉണ്ട്? 4 ഹാഫ് ഉണ്ട് അല്ലേ? 1/2 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ്? 2 ഹാഫ് കൂടെ 1/2 1/2 2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ എത്രയാണ്? 1/2 പ്ലസ് 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ എന്ത് വരും? 1 + 1. അപ്പൊ എന്ത് വരും? 16 പ്ലസ് എത്ര വരും? 2 വരും അല്ലേ? 2 ഹാഫും കൂടി കൂട്ടുമ്പോൾ 1, ആ ഒരു 1 പിന്നെ എന്ത് വരും? വീണ്ടും ഒരു 2 ഹാഫ് ഉണ്ട്. അപ്പൊ എന്ത് വരും? 2 വരും. അപ്പൊ എന്ത് വരും? 16 + 2 എന്ന് പറയുന്നത് 18 വരും. അപ്പൊ ഇത് ടോട്ടൽ എത്ര സെന്റിമീറ്ററാ? 18 സെന്റിമീറ്റർ. ക്ലിയർ ആയോ? മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ എളുപ്പത്തിൽ നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം? മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ത് കണ്ടുപിടിക്കാം? ആഡിങ് കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? ഓക്കെ,
അപ്പോൾ ഇനി നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? There are 25 children in one room and 35 in another. അതായത് ഒരു റൂമിൽ 25 കുട്ടികളുണ്ട്, വേറൊരു റൂമിൽ എത്ര കുട്ടികളുണ്ട്? 35 ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂമിൽ എന്നായതുകൊണ്ട് നമുക്ക് എന്തെന്ന് കൊടുക്കാം? എഫ് എന്ന് കൊടുക്കാം. എത്ര പേരുണ്ട്? എത്രയാണ്? 25 അല്ലേ? 25 ഉണ്ട്. സെക്കൻഡ് റൂമിന് നമുക്ക് എന്ത് കൊടുക്കാം? എസ് എന്ന് കൊടുക്കാം. എത്ര കുട്ടികളുണ്ട് അവിടെ? 35 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 5 ബിസ്ക്കറ്റ് ആർ ടു ബി ഗിവൺ ടു ഈച്ച്. ഒരാൾക്ക് എത്ര ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാണ്? 5 ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബിസ്ക്കറ്റ് ആർ നീഡഡ്? എത്ര ബിസ്ക്കറ്റ് വേണം മൊത്തത്തിൽ കൊടുക്കാൻ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലേ? എന്ത് വരും? ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും റൂമിലത്തെ കൂടി കൂട്ടിക്കഴിയുമ്പോൾ ടോട്ടൽ എത്ര വരും? 0, 6. എത്ര വന്നു? 60 കുട്ടികളുണ്ട് ടോട്ടലായിട്ട്. ഒരാൾക്ക് എത്ര ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കണം? 5 ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് ബിസ്ക്കറ്റ്സ് നീഡഡ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഒരാൾക്ക് 5 എണ്ണം വെച്ച് കൊടുക്കണം. അപ്പോൾ 60 പേർക്കും കൂടെ ഇൻറ്റു 5 എത്ര കിട്ടും ആൻസർ? 60 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 300. അപ്പോൾ ആദ്യത്തെ കേസിൽ മൊത്തം കുട്ടികൾക്ക് കൂടെ എത്ര ബിസ്ക്കറ്റ് വേണം? 300 ബിസ്ക്കറ്റ് ഉണ്ടായാലാണ് ഒരു കുട്ടിക്ക് എത്ര വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ? 5 വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, വാട്ട് ഇഫ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ആർ 20 and 40? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? അടുത്ത കുട്ടികളുടെ, അതായത് ഫസ്റ്റത്തെ റൂമിൽ എത്ര കുട്ടികളുണ്ട്? 20 കുട്ടികളുണ്ട്. സെക്കൻഡ് റൂമിൽ എത്ര കുട്ടികളുണ്ട്? 40 കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 60 തന്നെയാണല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബിസ്ക്കറ്റിന്റെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് ബിസ്ക്കറ്റ്സ് എത്ര തന്നെ വേണം? സെയിം തന്നെയല്ല വരുന്നത്? 60 × 5 എത്ര വരും? 300. അപ്പോൾ അടുത്ത കേസിലും എന്താണ്? 300 ബിസ്ക്കറ്റ് തന്നെയാണ് വേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റത്തെ നമ്മൾ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്തു? എഫ് വെച്ച് ഡിനോട്ട് ചെയ്തു അല്ലേ? സെക്കൻഡ് റൂമിലെ എസ് വെച്ച് ഡിനോട്ട് ചെയ്തു. ടോട്ടലിനെ നമ്മൾ എന്ത് ചെയ്തു? ടി വെച്ച് ഡിനോട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ ഒരു റിലേഷൻ കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ എങ്ങനെയാ ടോട്ടൽ പ്രൈസ് കണ്ടുപിടിച്ചേ? എങ്ങനെ എഴുതാം നമുക്ക് റിലേഷൻ? ഓക്കെ, റിലേഷൻ എഴുതാം. അതായത് നമ്മൾ എന്താ ചെയ്ത? ടോട്ടൽ കണ്ടുപിടിക്കാൻ. ടോട്ടൽ നമ്പർ ഓഫ് ബിസ്ക്കറ്റ് ടി എന്ന് പറയുന്നത് എഫ് പ്ലസ് എസ്. അതായത് ഫസ്റ്റ് റൂമിലെയും സെക്കൻഡ് റൂമിലെയും കുട്ടികളുടെ എണ്ണം എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇൻറ്റു എന്ത് ചെയ്തു? ഒരാൾക്ക് എത്ര വെച്ച് കൊടുക്കണമായിരുന്നു? 5 വെച്ച് കൊടുക്കണമായിരുന്നു. അതായത് ഇൻറ്റു 5. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിക്കേ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഇൻറ്റു 5, അതായത് 5 എന്ത് വരും? 5f പ്ലസ് 5s അല്ലേ? ക്ലിയർ ആയോ? ഈ 5നെ എന്ത് വെച്ച് ചെയ്തു? എഫ് വെച്ച് ചെയ്തു. അതേപോലെ തന്നെ ഈ 5നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു? എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ റിലേഷൻ എന്ത് പറയാം? ടോട്ടൽ നമ്പർ ഓഫ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് 5 × f പ്ലസ് 5 × s. ക്ലിയർ ആയോ? റിലേഷൻ ക്ലിയർ ആയോ? മനസ്സിലായോ? എളുപ്പമല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ നമ്പേഴ്സിന് പകരം ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്യാനും പഠിച്ചല്ലേ? അതേപോലെ നമ്മൾ എന്ത് പഠിച്ചു? റിലേഷൻ പഠിച്ചല്ലേ? ഇപ്പോൾ ഏരിയ, പെരിമീറ്റർ ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും വെച്ച് റിലേഷൻ എഴുതാനും പഠിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ പ്രോബ്ലം നോക്കാം. എന്താണ് നമ്മുടെ ചോദ്യം? The length of a rectangle is 4 centimeters and its breadth is 3 centimeter. നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ? ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ ആണ്. വീതി, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ് വരാ? റിലേഷൻ എങ്ങനെയാണ്? A = L × B. അതായത് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതിയാണ്. അതിന് നമ്മൾ ലെറ്റർ വെച്ച് എങ്ങനെ റിലേറ്റ് ചെയ്തേ? A = L × B. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ത് വരും? A = ഇവിടെ ലെങ്ത് എത്രയാണ്? 4 ഇൻറ്റു ബി എത്രയാണ്? 3 = 4 × 3 എത്രയാണ്? 12 സ്ക്വയർ സെന്റിമീറ്റർ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമുക്കിനി ഇവിടെ ഒരു സെക്കൻഡ് പിക്ചർ തന്നിട്ടുണ്ടല്ലേ? ഈ പിക്ചറിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നമ്മുടെ മുന്നത്തെ റെക്ടാങ്കിളിനേക്കാളും എത്ര കൂടുതൽ എടുത്ത് വരച്ചിരിക്കുകയാണ്? ഒരു 2 സെന്റിമീറ്റർ നീളം എക്സ്റ്റെൻഡ് ചെയ്തു. എന്ത് ചെയ്തു? നീളത്തിൽ നിന്നും
ഒരു 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ത് വരും? എങ്ങനെ കണ്ടുപിടിക്കാം? A ഈക്വൽ ടു ഇവിടെ ലെങ്ത് എത്രയാ? 4 വരും. പിന്നെ എന്ത് വരും? നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചത് എത്രയായിരുന്നു? 2 ആയിരുന്നല്ലേ. അപ്പൊ എന്ത് വരും? 4 + 2 എന്ന് പറയുന്നത് 6 വരും അല്ലേ. അപ്പൊ പുതിയ ലെങ്ത് എന്ന് പറയുന്നത് 4 + 2 6 എഴുതി. വീതിക്ക് മാറ്റം ഉണ്ടോ? ഇല്ല. ബ്രെഡ്ത്ത് എന്ത് തന്നെയാണ്? 3 തന്നെയാണ് അല്ലേ. അപ്പൊ 6 × 3 എത്ര വരും? എത്രയാണ്? 18 സ്ക്വയർ സെന്റിമീറ്റർ. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് റെക്റ്റാങ്കിളിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചപ്പോൾ എന്തും കൂടി? ഏരിയ, പരപ്പളവ് എന്ത് ചെയ്തു? കൂടിയിട്ടുണ്ടല്ലേ. അപ്പൊ ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്രയാണ്? 12 സെന്റിമീറ്റർ. രണ്ടാമത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്രയാണ്? 18 സെന്റിമീറ്റർ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഏരിയയും സൈഡ്സും തമ്മിലുള്ള റിലേഷൻ എന്താണ്? A = L × B. ക്ലിയർ ആയോ? മറന്നു പോവരുത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണിത്. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് റിലേഷൻ എഴുതാൻ പഠിച്ചല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ റിലേഷൻ എഴുതുന്നത്? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തെല്ലാമാണ് പഠിച്ചത്? നമ്മൾ മാത്സിൽ നമ്പേഴ്സ് മാത്രമല്ല എന്തും യൂസ് ചെയ്യാമെന്ന് പഠിച്ചു, ലെറ്റേഴ്സും യൂസ് ചെയ്യാമെന്ന് പഠിച്ചു. നമ്മൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ആഡ് ചെയ്യാൻ പഠിച്ചു, സബ്സ്ട്രാക്ട് ചെയ്യാൻ പഠിച്ചു, അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനും പഠിച്ചു. പിന്നെ നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിച്ചു. എന്താണ് പഠിച്ചത്? റിലേഷൻ പഠിച്ചല്ലേ. ഏരിയ, പെരിമീറ്റർ, സൈഡ്സ് ഇതെല്ലാം വരുന്ന റിലേഷനും എഴുതുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട് ഷെയർ ചെയ്യുക. മിസ് എന്തായാലും നിങ്ങൾക്കുള്ള ആൻസർ തന്നിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ എക്സാം പോയിന്റിൻ്റെ കാര്യം ആരും മറക്കണ്ട. നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് എക്സാം പോയിന്റ്. എക്സാം പോയിന്റിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എക്സാം പോയിന്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്ത് പഠിക്കണേ. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്